ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കനോ മുട്ടയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സവാള വെച്ചിട്ടാണ് ഈ സമൂസ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സമൂസയാണ് കേട്ടോ. കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലായിടെയും കാണാൻ പറ്റുന്ന ഒരു സമൂസയാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം അടിപൊളി സാധനമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം പച്ചമുളകും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് അവിലാണ്. നല്ല തിന്നായിട്ടുള്ള അവിലുണ്ടല്ലോ, വെള്ള അവിൽ, അത് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. കാരണം നമ്മൾ അവിൽ ചേർക്കുന്നത് ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അവിലൊന്ന് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് പോവില്ല. ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ അവിലില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ടൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്താലും മതി. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ട് കുഴച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ സമൂസ ഷീറ്റ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അല്ലാത്തവർക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഒന്ന് മടക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കണം. നമ്മൾ എടുത്ത ഫില്ലിംഗ് ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ടില്ല, അത് ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ഈ സമൂസ ഞാൻ കഴിച്ചിട്ടുള്ളത് കർണാടകയിലായിരുന്ന സമയത്താണ് കേട്ടോ. അവിടെയൊക്കെ വൈകുന്നേരം നമ്മുടെ ഈ തട്ടുകട ഉണ്ടല്ലോ, അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവർക്കും കിട്ടണ ഒന്നാണ് ഈ സമൂസ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ. ചിക്കനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒന്നൊന്നര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് മൈദയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടിയിലൊന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ. ഈ സമൂസ മുമ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. മുമ്പ് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത്. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. ഉള്ളിയൊക്കെ വേവാനുള്ളൊരു സമയം കൊടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് നല്ലൊരു കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ഹോം മെയ്ഡ് അല്ല കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ. ഞാൻ അത്രയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സമൂസ ഷീറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലാതെ കുറേ പേരൊക്കെ ഇത് വാങ്ങി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതൊരു സൈഡ് നന്നായിട്ട് റെഡിയായി. ഇപ്പോൾ 2 സൈഡ് നല്ല കളറാവുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ സമൂസയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.